വൃശ്ചികമാസ ഏകാദശിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കാനിരിക്കുന്ന ഉദയാസ്തമയ പൂജ മാറ്റുന്നതിനെതിരായ ഹർജി പരിഗണിക്കുന്നത് മാറ്റിവെച്ചു. സുപ്രീം കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായിട്ട്. ബാലഗോപാൽ, ഇത് വളരെ വിശ്വാസികളിൽ നിന്നൊക്കെ ഉണ്ടായ ഒരു ആശങ്കയുമൊക്കെയാണ്. ഈ സമയം മാറ്റലും അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന ആശങ്കയൊക്കെയാണ് ഉയർന്നത്. എന്താണ് ഇപ്പോൾ കോടതി ഹർജി മാറ്റിവെക്കാൻ കാരണം? ദിവിഷ, ഈ വർഷത്തെ ഈ ഉദയാസ്തമയ പൂജ, അതായത് വൃശ്ചിക മാസത്തിലെ ഏകാദശി ദിവസത്തിലെ നടത്തുന്ന ഉദയാസ്തമയ പൂജ മാറ്റുന്നതിനെതിരായുള്ള അപേക്ഷയാണ് സുപ്രീം കോടതി വെള്ളിയാഴ്ച പരിഗണിക്കാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത് ഈ വരുന്ന നവംബർ 2-ന് നടത്താൻ, അതായത് തുലാമാസത്തിൽ തന്നെ നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് ആചാര ലംഘനമാണ് എന്നും അതുകൊണ്ട് തന്നെ വൃശ്ചിക മാസത്തിലെ ഏകാദശി ദിവസം തന്നെ ഈ ഉദയാസ്തമയ പൂജ നടത്താൻ വേണ്ടി ഉത്തരവിടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പുഴക്കര ചേനാസ് ഇല്ലത്തിലെ മനയിലെ ചില അംഗങ്ങളാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ മുൻ വർഷങ്ങളിൽ ഈ മാറ്റിയതിനെതിരെ ഇവർ നൽകിയിരിക്കുന്ന ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇതിനിടയിലാണ് ഈ വർഷം ഇത് നവംബർ 2-ന് നടത്താൻ വേണ്ടി തീരുമാനിച്ചതിനെതിരെ ഇവർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇത് ഈ കേസ് ലിസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ചില അഭിഭാഷകരുടെ അസൗകര്യം കാരണമാണ് ഈ കേസ് പരിഗണിക്കുന്നത് വെള്ളിയാഴ്ചത്തേക്ക് ഇപ്പോൾ സുപ്രീം കോടതിയെ മാറ്റിയിരിക്കുന്നത്. ഈ തന്ത്രിയും അതുപോലെ തന്നെ ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡും ഈ മാറ്റത്തിനെ അനുകൂലിക്കുന്ന നിലപാടാണ് സുപ്രീം കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ഈ വൃശ്ചിക മാസത്തിലെ ഏകാദശി ദിവസം നടക്കുന്ന ഉദയാസ്തമയ പൂജ അതൊരു ആചാരത്തിന്റെ ഭാഗമായിട്ടുള്ളതല്ല, മറിച്ച് ഒരു നേർച്ച എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഓഫറിംഗ് എന്ന രീതിയിൽ നടക്കുന്ന കാര്യമാണ് എന്നാണ് തന്ത്രി സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും വെള്ളിയാഴ്ച ഇക്കാര്യത്തിൽ സുപ്രീം കോടതി ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും. വ്യാഴാഴ്ച ഇക്കാര്യത്തിൽ സുപ്രീം കോടതി ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും. അന്ന് സുപ്രീം കോടതി ഈ നവംബർ 2-ന് ഇത് നടത്താമോ അതോ നേരത്തെ മുൻ വർഷങ്ങളിലൊക്കെ നടത്തിയിരുന്നത് പോലെ തന്നെ വൃശ്ചിക മാസത്തിൽ മാത്രമേ ഇത് നടത്താവൂ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു അന്തിമ തീർപ്പ് കൽപ്പിക്കുന്നതായിരിക്കും. ശരി. ബി ബാലഗോപാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.